അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക പകരച്ചുങ്കം നിലവിൽ വന്നു. ഇന്ത്യയും ചൈനയും അടക്കം 86 രാജ്യങ്ങളെ ബാധിക്കുന്നതാണ് തീരുമാനം. അമേരിക്കയുടെ ചുങ്കപ്പോരിനെ നേരിടാൻ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം ചൈന തേടി. ഇതുവരെ ഭീഷണിയായി നിന്ന ട്രംപിന്റെ പകരച്ചുങ്കപ്പോര് ഇന്ന് രാവിലെ നിലവിൽ വന്നു. ലോക വിപണിക്രമത്തെ തന്നെ ബാധിക്കുന്ന തീരുമാനമാണിത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി അധിക ഇറക്കുമതി ചുങ്കം നൽകണം. ഇന്ത്യയും ചൈനയും അടക്കം 86 രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ നേരിട്ട് ബാധിക്കുന്നതാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വാങ്ങുന്ന ഇറക്കുമതി ചുങ്കം 26% വർദ്ധിപ്പിച്ചു. ചൈനയ്ക്കിത് 104%. അമേരിക്ക ചുങ്കം കൂട്ടിയതിന് പകരമായി ചൈന തിരിച്ചും ഇറക്കുമതി ചുങ്കം കൂട്ടിയിരുന്നു. ഇതിന് പ്രതികാരമായാണ് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം അമേരിക്ക വീണ്ടും കൂട്ടിയത്. അമേരിക്കയിൽ നിന്നും ചൈനയിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ വർഷം $143.5 ബില്യൺ ആയിരുന്നു. തിരിച്ച് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി $438.9 ബില്യൺ ആണ്. പരസ്പര കയറ്റുമതി കുറഞ്ഞാൽ നഷ്ടം ചൈനയ്ക്കാണെന്ന കണക്കാണ് അമേരിക്കയ്ക്ക് നൽകുന്ന ധൈര്യം. എന്നാൽ വിട്ടുവീഴ്ചയില്ലെന്നും അമേരിക്ക സ്വന്തം വഴിയിൽ നിന്നാൽ അവസാനം വരെ പോരാടുമെന്നും ചൈനയും തിരിച്ചടിച്ചു. ഹോളിവുഡ് സിനിമകളുടെ വലിയ വിപണിയായ ചൈനയിൽ ഹോളിവുഡ് സിനിമകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നുവെന്ന സൂചനയും ചൈന നൽകി കഴിഞ്ഞു. പകരച്ചുങ്കം ഉറപ്പായതു മുതൽ അമേരിക്കൻ ഓഹരി വിപണി തുടർച്ചയായ 4ാം ദിവസവും നഷ്ടം രേഖപ്പെടുത്തി. അമേരിക്കയുടെ ചുങ്കപ്പോരിനെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് ഇന്ത്യയോട് ചൈന അഭ്യർത്ഥിച്ചു. പകരച്ചുങ്ക ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് 70ഓളം രാജ്യങ്ങൾ അറിയിച്ചതായി അമേരിക്ക വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയന് വേണ്ടി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അടുത്തയാഴ്ച വാഷിംഗ്ടണിലെത്തി ട്രംപുമായി ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.